ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോപ്പ് PSC. ഇന്ന് നമുക്ക് പുതിയ SCERT പാഠപുസ്തകത്തിലെ പുതിയൊരു ഫാക്റ്റ് പഠിക്കാം. ദോബ്. എന്താ ദോബ് എന്ന് വെച്ചാൽ പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗത്തിനെയാണ് ദോബ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 10th പ്രിലിംസിനൊക്കെ PSC നമ്മളോട് ചോദിച്ചു കഴിഞ്ഞു ദോബിനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ പുതിയ ഫാക്റ്റാണ് പഠിച്ചു വെച്ചേക്കുക. നമുക്ക് 5 ദോബുകളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. പഞ്ചാബ് ഹരിയാന സമതലത്തിലെ 5 പ്രധാന ദോബുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വണ് ബിസ്ത് ജലന്ധർ ദോബ്, പിന്നെ ബാരി ദോബ്, പിന്നെ രചന ദോബ്, പിന്നെ ചാജ് ദോബ്, പിന്നെ സിന്ധുസാഗർ ദോബ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വണ് ബിസ്ത് ജലന്ധർ ദോബ്. നമ്മൾ പറഞ്ഞു പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ഈ ദോബ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസ്ത് ജലന്ധർ ദോബ് എന്ന് പറയുന്നത് ഏത് നദികൾക്കിടയിലുള്ളതാണെന്ന് ചോദിച്ചാൽ ബിയാസ് രവി. ഓക്കെ, ബിയാസ് രവി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബിസ്ത് ജലന്ധർ ദോബ്. ഓക്കെ, ഈ ഫസ്റ്റ് ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ദോബുകളെ പേര് ഈ ഒരു നദികളെ പേരും ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും ഇതിൽ വരിക. നെക്സ്റ്റ് വണ് ബാരി ദോബ് എന്ന് പറയുമ്പോൾ ബായും രായും, അപ്പോൾ ബിയാസ് രവി. ഓക്കെ, ബിയാസ് നദിയും രവി നദിയും അതിൻ്റെ രണ്ട് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബാരി ദോബ്. ഓക്കെ, ഇനി രചന ദോബ് എന്ന് പറയുമ്പോൾ രവി ചിനാബ്. അപ്പോൾ രവി ചിനാബ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഓർത്ത് വെച്ചേക്കുക. രവി ചിനാബ് നദികൾക്കിടയിലാണ് രചന ദോബ്. ഓക്കെ, ഇനി ചാജ് ദോബ് എന്ന് പറയുമ്പോൾ ചിനാബ് ചലം നദികൾക്കിടയിലാണ് ചാജ് ദോബ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വണ് സിന്ധുസാഗർ എന്ന് പറയുമ്പോൾ സാഗർ എന്നൊക്കെ പറയുമ്പോൾ രണ്ടിലധികം നദികളുണ്ട് എന്ന് അങ്ങോട്ട് ഓർത്ത് വെച്ചേക്കാം. നമ്മൾ നേരത്തെ ചാജ് ദോബ് പഠിച്ചല്ലോ, ചിനാബും ജലവും. അത് കൂടാതെ ഒരാൾ കൂടി എക്സ്ട്രാ ഉണ്ട്, സിന്ധു നദി. അപ്പോൾ സിന്ധു നദിയും ജലവും ചിനാബും എല്ലാം കൂടി ചേരുന്ന സ്ഥലത്ത് അതിൻ്റെ ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ് സിന്ധുസാഗർ ദോബ്. ഓക്കെ, അപ്പോൾ സിന്ധുസാഗർ ദോബ് എന്ന് പറയുന്നത് ചലം ചിനാബ് നദികൾക്കിടയിലും സിന്ധു നദിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ദോബുകൾ പഠിക്കാനുള്ളത്. 5 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 5ഉം സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്